അവളെ തന്നെ നോക്കിക്കൊണ്ട് ഞാൻ എത്ര സമയം അങ്ങനെ നിന്നെന്ന് അറിഞ്ഞുകൂടാ. എസ്റ്റേറ്റിലേക്കുള്ള ഗേറ്റ് വഴി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാറിന്റെ ശബ്ദം എനിക്ക് കേൾക്കാനായി. പെട്ടെന്ന് ജനാല വഴി ഞാൻ പുറത്തേക്ക് നോക്കി. എസ്റ്റേറ്റ് ഓഫീസ് ലക്ഷ്യമാക്കി ഒരു കാർ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. കാറിന്റെ മുകളിലെ ചുവന്ന പ്രകാശത്തിൽ നിന്നും അതൊരു പോലീസ് വാഹനമാണെന്ന് മനസ്സിലായി. ഇതികർത്തിവിടാൻ ഉടനായി ഞാൻ അവിടെ തന്നെ നിന്നു. മുൻവാതിൽ വഴി രക്ഷപ്പെടാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ഇതിനകം മുൻവാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഇതിനകത്ത് ഞാൻ അകപ്പെട്ടു. ഇനി എന്തു ചെയ്യും? ഏത് നിമിഷവും അവരിവിടെ എത്തുമെന്നായിരിക്കുന്നു. എവിടെ ഒളിഞ്ഞിരിക്കാം? ധൃതിയിൽ നാലുപാടും ഞാൻ പരതി നോക്കി. ചുവരിൽ ചാരി വെച്ചിരുന്ന മരപ്പെട്ടികളിൽ എന്റെ കണ്ണുകൾ പതിഞ്ഞു. ഞാനവ ഓരോന്നായി താഴെ ഇറക്കി. അവയിൽ ഒരെണ്ണം ഒഴിഞ്ഞു കിടന്നെന്നു മാത്രമല്ല, അതിനടപ്പും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിന്റെ തുറന്ന വശം ചുമരിന്റെ വശം തിരിച്ചു വെച്ച് അതിൽ ചടഞ്ഞുകൂടിയിരുന്നു. കഷ്ടിച്ചൊരാൾക്ക് ഇരിക്കാൻ വേണ്ട ഇടം അതിലുണ്ടായിരുന്നു. ഈ പെട്ടികൾ പരിശോധിക്കാൻ ഒരുപക്ഷെ അവർ തയ്യാറായെന്ന് വരില്ല. ഒരാൾ പറയുന്നത് കേട്ടു. ജാക്സൺ, താങ്കൾ കാറിനടുത്ത് തന്നെ നിൽക്കൂ. വരൂ, നമുക്ക് ഇതിനകത്ത് ചെന്നൊന്ന് പരിശോധിച്ചു വരാം. അത് ലെഫ്റ്റനന്റ് സ്വരമായിരുന്നു. അദ്ദേഹം ഇടനാഴിയിലേക്ക് കയറി വന്നു. ഒരു കതവിന്റെ പിടി തിരിക്കുന്ന ശബ്ദം കേട്ടു. സർജന്റ് ലൂയിസ് പറയുന്നത് കേട്ടു. നോക്കൂ, ആ ജനാല പൊളിച്ചിരിക്കുന്നു. അതിനൊന്നും അർത്ഥമാക്കാനില്ല, ലെഫ്റ്റനന്റ് പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസമായി ഈ ഇടം വിൽപ്പനയ്ക്കിട്ടിരിക്കുകയായിരുന്നു. അതെല്ലാവർക്കും അറിയാം. അതിനാൽ ആരെങ്കിലും അതുവഴി അകത്തേക്ക് നോക്കാൻ ശ്രമിച്ചിരിക്കാം. ഇന്നലെ രാത്രി ഇവിടെ ആരോ വന്നിട്ടുണ്ട്, സർജന്റ് പറഞ്ഞു. ഇങ്ങോട്ട് വന്ന ഒരു കാറിന്റെ മുൻവിളക്ക് ഹൈവേയിൽ വെച്ച് കണ്ടതായി റിപ്പോർട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അവർ വലതുവശത്തെ മുറിയിലേക്ക് കടന്നു. എന്റെ ഹൃദയം പടപടച്ചു. ഇവിടെ എങ്ങാനും അവർ എന്നെ കണ്ടാൽ? നാം ഇവിടെ സമയം പാഴാക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഈ സമയം യൂറോപ്പിലേക്കോ മറ്റോ കടന്നു കഴിഞ്ഞിരിക്കാം. പക്ഷെ ചീഫ് അങ്ങനെ വിശ്വസിക്കുന്നില്ല, ലൂയിസ് പറഞ്ഞു. അദ്ദേഹം അങ്ങനെയാണ്. ഒരിടത്തിരുന്ന് അദ്ദേഹത്തിന് ചിന്തിച്ചാൽ മാത്രം മതി. എന്നെ പോലെ അങ്ങനെ ഇങ്ങ് ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഈ അവസാനത്തെ മുറി കൂടി പരിശോധിച്ച ശേഷം നമുക്ക് പോകാം, ലൂയിസ് പറഞ്ഞു. അവർ ഞാൻ ഇരിക്കുന്ന മുറിയിലെത്തി. അവരുടെ ഫ്ലാഷ് ലൈറ്റിൽ നിന്നുണ്ടായ പ്രകാശം മുറിയിൽ പരന്നു. ഞാൻ ഇരുന്നിടത്തു നിന്ന് അനങ്ങിയില്ല. ഹോ, ഇതെന്ത് കഥ? ലെഫ്റ്റനന്റ് പറയുന്നത് കേട്ടു. അദ്ദേഹം മുമ്പോട്ട് വരുന്നത് ഞാൻ അറിഞ്ഞു. ഇത് ആ ഡസ്റ്ററിന്റെ പത്നിയാണല്ലോ, അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അടയാളങ്ങളെല്ലാം ഇവൾക്ക് യോജിക്കുന്നുണ്ട്. ദേഹം തണുത്തു കഴിഞ്ഞോ? ഇവർ മരിച്ച് കുറഞ്ഞത് 30 മണിക്കൂറെങ്കിലും ആയി കാണും, ലെഫ്റ്റനന്റ് പറഞ്ഞു. ഈ കേസ് ഒരു കോളിളക്കം തന്നെ സൃഷ്ടിക്കും, സംശയമില്ല. അപ്പോൾ ഡസ്റ്ററുടെ മൃതദേഹവും ഇവിടെ എവിടെയെങ്കിലും കാണുമോ? സർജന്റ് ലൂയിസ് ചോദിച്ചു. അതെനിക്കിങ്ങനെ അറിയാം. ഏതായാലും നമ്മുടെ കൂട്ടരെ ഇവിടത്തേക്ക് വിളിക്കാം. ഇവിടുത്തെ ടെലിഫോൺ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. താങ്കൾ ഇവിടെ തന്നെ നിൽക്കൂ. അദ്ദേഹം ഇടനാഴിയിൽ കൂടി പോയത് ഞാൻ അറിഞ്ഞു. സർജന്റ് ഒരു സിഗരറ്റ് കത്തിച്ച ശേഷം മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുലാത്തിക്കൊണ്ടിരുന്നു. മരപ്പെട്ടികൾക്ക് അടുത്തെത്തിയപ്പോൾ അതിൽ നോക്കി അയാൾ. അവയിലൊന്നിൽ ഒരു തട്ട് കൊടുത്തു. ശ്വാസം നിലച്ചുപോയ മട്ടിൽ ഞാൻ അനങ്ങാതിരുന്നു. ലെഫ്റ്റനന്റ് ടെലിഫോണിൽ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. പക്ഷെ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് വ്യക്തമായിരുന്നില്ല. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ മുഴുവൻ പോലീസുകാരെ കൊണ്ട് നിറയും. അതിൽ പിന്നീട് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം നിർവഹിക്കുന്നത് അതിനു മുമ്പ് തന്നെ വേണം. സർജന്റ് സ്വിച്ച് ഇട്ടുവെന്ന് തോന്നുന്നു. മുറി നിറയെ വെളിച്ചം വരുന്നു. ലെഫ്റ്റനന്റ്, ഇവിടുത്തെ ലൈറ്റിനൊന്നും തകരാറില്ല, സർജന്റ് ലൂയിസ് വിളിച്ചു പറഞ്ഞു. ഏതാണ്ട് 5 നിമിഷങ്ങൾക്ക് ശേഷം ലെഫ്റ്റനന്റ് മുറിയിലേക്ക് കയറി വന്നു. അവർ വരുന്നുണ്ട്, ജാക്സനോട് പറഞ്ഞു. മറ്റു 2 ക്യാബിനുകളും പരിശോധിക്കാൻ വേണ്ട വ്യവസ്ഥ ചെയ്യൂ. ഒരുപക്ഷെ ഡസ്റ്ററിന്റെ മൃതദേഹം അവിടെ എങ്ങാനും കാണും. സർജന്റ് പോയപ്പോൾ ലെഫ്റ്റനന്റ് മുറിയിൽ ഉലാത്തിക്കൊണ്ടിരുന്നു. മരപ്പെട്ടികൾക്ക് സമീപത്തു കൂടി അദ്ദേഹം നടക്കുമ്പോൾ ഞാൻ എന്റെ ശ്വാസം അടക്കി പിടിച്ചു. അയാളെ അങ്ങോട്ട് പറഞ്ഞുവിടൂ എന്ന് പറഞ്ഞുകൊണ്ട് ലൂയിസ് മുറിയിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഹെലന്റെ മൃതദേഹത്തിനടുത്തേക്ക് ചെന്നു. ബലമായി വാ മൂടിക്കെട്ടി ശ്വാസം മുട്ടിച്ചാണ് ഇവളെ കൊന്നതെന്ന് തോന്നുന്നു, അല്ലേ? എനിക്ക് അറിഞ്ഞുകൂടാ, അക്കാര്യം മെഡിക്കൽ ഓഫീസർ പറയും എന്ന് പറഞ്ഞ് ലെഫ്റ്റനന്റ് ഞാൻ കടന്നുകൂടിയ മരപ്പെട്ടിയുടെ മുകളിലിരുന്നു. ഇങ്ങനെ വായ മൂടിക്കെട്ടിയതിന്റെ ഉദ്ദേശം എന്താണെന്നാ എനിക്കറിയാത്തത്. അങ്ങനെ ചെയ്യുമ്പോ അവൾക്ക് ജീവൻ ഉണ്ടായിരിക്കാനാണ് ഇട. പക്ഷെ ഇവളെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ആവശ്യം എന്തായിരിക്കും? ഇതിലെന്തോ രഹസ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ലൂയിസ് പറഞ്ഞു.
പണത്തിനു വേണ്ടിയല്ലാതെ വെറും ആത്മസംതൃപ്തിക്കോ അഥവാ സന്തോഷത്തിനു വേണ്ടിയോ ചെയ്തതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്തുകൊണ്ടോ ആ ഗ്ലിന്നിന് സംശയം തോന്നുകയാണ്. ഇതിൽ അയാൾ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അതേപ്പറ്റി ഞാൻ അന്വേഷിക്കാം. യു ആർ റൈറ്റ്. അയാൾക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധം കാണാതിരിക്കില്ല. മുമ്പ് അയാൾ ജോലി ചെയ്തിരുന്നത് ജാക്കിന്റെ അടുത്തായിരുന്നു. 1-2 തവണ നാം അയാളെ അറസ്റ്റ് ചെയ്തെങ്കിലും കേസ് അയാളിൽ ചുമത്താനാവാതെ വിട്ടയക്കേണ്ടി വന്നത് ഓർക്കുന്നുണ്ടോ? അതാണ് ഞാനും ചിന്തിക്കുന്നത്. ഡസ്റ്റർ ഒരു രോഗിയാണെന്ന് എടുത്തു കാണിക്കാൻ എത്ര സുന്ദരമായ ശൈലിയാണ് അയാൾ ഉപയോഗിച്ചത്. ഡസ്റ്റർ ഒരിക്കലും ഒരു രോഗിയായിരുന്നില്ല എന്നാണ് എന്റെ ബലമായ വിശ്വാസം. ഞാൻ എല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പ്രയാസം. അവൾക്കും ഇതിനെന്തെങ്കിലും ബന്ധം കാണുമെന്ന് ഞാൻ കരുതുന്നു. നോക്കൂ, ആ കൈകളിൽ കെട്ടിയിരിക്കുന്ന കുരുക്കുകൾക്ക് യാതൊരു ചേർച്ചയുമില്ല. പക്ഷേ മുഖത്തെ ആ ചുവന്ന പാട് നിഷേധിക്കാനാവാത്തതല്ലേ? ദാറ്റ്സ് റൈറ്റ്. ഇടനാഴിയിൽ കൂടി ആരോ നടന്നു വരുന്നത് കേട്ടു. തുടർന്ന് ഒരു പുതിയ ശബ്ദം. മറ്റു 2 ക്യാബിനുകളും പരിശോധിച്ചു കഴിഞ്ഞു. അവയിൽ നിന്നും ആരുമില്ല. ഓക്കെ ജാക്സൺ, പുറത്തു തന്നെ നിൽക്കൂ. മറ്റവർ വന്നു കഴിഞ്ഞാൽ എന്നെ അറിയിക്കൂ. അവിടെ ഒരു നീണ്ട നിശബ്ദത വരുന്നു. എനിക്കൊരാശയം തോന്നുന്നു. ഡസ്റ്റർ ഇവളെ കൊന്ന ശേഷം ഇതിലൊരു തട്ടിപ്പ് കേസാണെന്ന് വരുത്താൻ ഒളിവിൽ പോയതാണെങ്കിലോ? എങ്കിൽ അദ്ദേഹത്തിന് ഇവളെ കൊല്ലേണ്ട ആവശ്യം? സംശയത്തോടെ സർജന്റ് ചോദിച്ചു. അതായത് ഈ സ്ത്രീ അദ്ദേഹത്തെ ഒരു നായയെ പോലെയാണ് കരുതിയിരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സാനിറ്റോറിയത്തിലേക്ക് പോകേണ്ട കാര്യം തീർച്ചപ്പെടുത്തിയത് ഇവളായിരിക്കാം. ഒരു തവണ സാനിറ്റോറിയത്തിൽ എത്തിയ പിന്നെ പെട്ടെന്നൊന്നും തിരിച്ചു വരിക സാധ്യമല്ല. അതിനാൽ അങ്ങോട്ട് പോകേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കാം. വഴിയിൽ ഇവർക്ക് 2 പേരും തമ്മിൽ തർക്കമുണ്ടായി. ഒടുവിൽ ഇവളെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് വരത്തക്ക രൂപത്തിൽ അടിച്ച് ബോധശൂന്യയാക്കി കെട്ടിയിട്ട് കടന്നതാണെങ്കിലോ? അതിനുശേഷം കാറ് ഹോളിവുഡിൽ ഉപേക്ഷിച്ച് ബസ്സിലോ തീവണ്ടിയിലോ എങ്ങോട്ടെങ്കിലും കടന്നു. ശരിയാണ്, താങ്കളുടെ ആശയം ശരിയാണെന്ന് ഇപ്പൊ തോന്നുന്നു ലെഫ്റ്റനന്റ്. അത് അങ്ങനെ ആയിരിക്കാനേ ന്യായമുള്ളൂ. ഇക്കാര്യം ഏതായാലും ഞാൻ ചീഫിനെ അറിയിക്കാൻ പോവുകയാണ്. അദ്ദേഹം മരപ്പെട്ടി വിട്ട് എഴുന്നേറ്റു. താങ്കൾ പോയി ആ 2 ക്യാബിനുകളിലും ചെന്ന് നോക്കി വരൂ. ഒരുപക്ഷെ ജാക്സൺ എന്തെങ്കിലും വിട്ടിരിക്കുകയാണെങ്കിലോ? അവർ 2 പേരും മുറി വിട്ട് ഇറങ്ങി പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. ചില നിമിഷങ്ങൾക്ക് ശേഷം ലെഫ്റ്റനന്റ് ടെലിഫോൺ ഡയൽ ചെയ്യുന്ന ശബ്ദം എന്റെ കാതുകളിൽ പതിഞ്ഞു. ഇത് തന്നെ സമയം. ഇത് വിട്ടുകളഞ്ഞ പിന്നെ ഇത്തരം സന്ദർഭം ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. മരപ്പെട്ടിക്കകത്തു നിന്നും പുറത്തിറങ്ങി പാതി തുറന്ന കതക് വഴി ശബ്ദമുണ്ടാക്കാതെ ഞാൻ ഇടനാഴിയിലേക്ക് നോക്കി. ലെഫ്റ്റനന്റ് ഫോൺ ചെയ്യുന്ന ഓഫീസ് മുറിയുടെ കഥകൾപ്പം തുറന്നു കിടന്നിരുന്നു. മുൻവാതിൽക്കിൽ എത്താൻ എനിക്ക് അതുവഴി പോകേണ്ടിയിരുന്നു. 3ാമത്തെ പോലീസുകാരൻ മുൻവാതിലിനടുത്ത് നിൽക്കുന്നുണ്ടോ, അതോ സർജന്റിന്റെ കൂടെ മറ്റു 2 ക്യാബിനുകളിലേക്ക് പോയിരിക്കുമോ? ലെഫ്റ്റനന്റ് പറയുന്നത് ഞാൻ കേട്ടു. ചീഫ്, മിസസ് ഡസ്റ്ററിന്റെ ഞങ്ങൾ കണ്ടെത്തി. ന്യൂ മാർക്കറ്റ് എസ്റ്റേറ്റ് ഓഫീസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അവൾ എവിടെയാണുള്ളത്? മരിച്ചിരിക്കുന്നു. അതൊരു കൊലപാതകമാണെന്നാണ് തോന്നിക്കുന്നത്. മിടിക്കുന്ന ഹൃദയത്തോടെ ഞാൻ ഇടനാഴിയിൽ കൂടി പതുങ്ങി പതുങ്ങി നടന്നു. സർജന്റ് ഇപ്പോഴെങ്ങാനും തിരിച്ചെത്തിയാൽ എന്നെ കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. ഓഫീസ് കതകിന്റെ പുറത്ത് ശ്വാസമടക്കി ഞാൻ നിന്നു. ലെഫ്റ്റനന്റ് പറയുകയായിരുന്നു, നമ്മുടെ കൂട്ടുകാരെല്ലാം എങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ ഓഫീസർ പരിശോധിച്ചു കഴിഞ്ഞ ശേഷമേ ഇതേപ്പറ്റി കൂടുതൽ വലുതും അറിയാനാവൂ. അതെ, അവൾ മരിച്ചിട്ട് കുറഞ്ഞത് 30 മണിക്കൂറെങ്കിലും. ഓരോ ഇഞ്ചായി മുമ്പോട്ട് നീങ്ങിയ ശേഷം ഞാൻ ഓഫീസിനകത്തേക്ക് ഒളിഞ്ഞു നോക്കി. പാതി എന്റെ വശത്തേക്ക് തിരിഞ്ഞ മട്ടിൽ മേശയിലേക്ക് ചാഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മടിച്ചു നിന്നില്ല. പെട്ടെന്ന് 2 അടി വെച്ച് ഞാൻ മുൻവാതിൽക്കിലെത്തി. പുറത്തെ ഇരുട്ടിലേക്ക് സംശയത്തോടെ നോക്കി. അവിടെ എനിക്ക് പോലീസ് വാഹനം കാണാം. അതിന്റെ മുൻവിളക്ക് പ്രകാശിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ എങ്ങും ജാക്സണോ അഥവാ സർജന്റോ ഉണ്ടായിരുന്നില്ല. ലെഫ്റ്റനന്റ് ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ ക്ലിക്ക് ശബ്ദം കേട്ടു. പിന്നീട് എനിക്കൊരു നിമിഷം പോലും കാത്തിരിക്കാൻ അവസരം കിട്ടിയില്ല. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഓടി. ക്യാബിന്റെ ഓരം പറ്റി പോലീസുകാരിൽ നിന്നും അകലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ഞാനൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. ലെഫ്റ്റനന്റ് കതകിനടുത്ത് വന്ന് ഹൈവേയിലേക്ക് നോക്കുകയായിരുന്നു. ചുമരിന്റെ മറ്റേ അറ്റം വരെ ഞാൻ നീങ്ങിച്ചെന്നു. അവിടെ എത്തി ഞാൻ ചുറ്റും നോക്കി. എങ്ങും കട്ട പിടിച്ച ഇരുട്ട് മാത്രം. തണുത്ത കാറ്റ് എന്റെ മുഖത്ത് വീശി. സർജന്റ് ലൂയിസ് എന്നിൽ നിന്നും അല്പം അകലായി എവിടെ നിന്നോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു.
ഇത്തവണ ഞാൻ കുനിഞ്ഞ് ശബ്ദമുണ്ടാക്കാതെ ഗേറ്റ് ലക്ഷ്യമാക്കി ഞാൻ നടന്നു. പക്ഷെ എന്റെ ലക്ഷ്യം ശരിയാണ് എന്ന് എനിക്ക് അറിയാമായിരുന്നില്ല. വഴിയിൽ ഉണക്കക്കമ്പിലോ ഇലകളിലോ സ്പർശിച്ച് ശബ്ദമുണ്ടാക്കാതിരിക്കാൻ എനിക്ക് വളരെയേറെ സൂക്ഷിക്കേണ്ടിയിരുന്നു. ക്യാബിനിൽ നിന്നും കുറെ നടന്നു കഴിഞ്ഞപ്പോൾ എന്റെ നടത്തത്തിന് ഞാൻ വേഗത കൂട്ടി. ഒന്ന് നിന്ന ശേഷം ഞാൻ പിന്തിരിഞ്ഞു നോക്കി. അവിടെ സർജന്റോ ലെഫ്റ്റനന്റോ ഉണ്ടായിരുന്നില്ല. ജാക്സൺ മാത്രം കതകിനടുത്ത് നിലകൊള്ളുകയായിരുന്നു. പിന്നെ താമസിക്കാതെ ഹൈവേയിലേക്കുള്ള റോഡിൽ കൂടി ഞാൻ ഓടി. പെട്ടെന്ന് എന്റെ ഓട്ടം നിലച്ചു. റോഡ് അവസാനിക്കാറായപ്പോൾ എതിരെ സൈറൻ മുഴങ്ങുന്നത് കേട്ടു. ഒട്ടും താമസിക്കാതെ അരികിലുണ്ടായിരുന്ന കുറ്റിച്ചെടികളുടെ മറവിൽ തറപറ്റി ഞാൻ കമിഴ്ന്നു കിടന്നു. 2-3 നിമിഷങ്ങൾക്ക് ശേഷം 3 പോലീസ് വാഹനങ്ങൾ ഇരുട്ടിന് കീറി മുറിച്ചുകൊണ്ട് എസ്റ്റേറ്റ് ഓഫീസ് ലക്ഷ്യമാക്കി കടന്നുപോയി. അവർ വളരെ ദൂരം എത്തിക്കഴിഞ്ഞതോടെ ഞാൻ എഴുന്നേറ്റ് കാർ പാർക്ക് ചെയ്തിരുന്നിടത്തേക്ക് ഓടി. ഡസ്റ്ററുടെ ബംഗ്ലാവിൽ ഞാൻ തിരിച്ചെത്തി. നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. മറിയ ഉപയോഗിച്ചിരുന്ന മുറിയിൽ എത്തിയ ശേഷം ഹെലന്റെ മരണത്തെക്കുറിച്ച് ഞാൻ ഓർത്തു. ആ മുറിയിലെ കസേരയിലിരിക്കെ ആ സത്യം ഞാൻ മനസ്സിലാക്കി. ഹെലന്റെ മരണത്തിന് മറ്റൊരു വിധത്തിൽ നോക്കിയാൽ കാരണക്കാരൻ താനല്ലേ? വെപ്രാളത്തിൽ താൻ അവളെ അല്പം ശക്തിയിൽ പ്രഹരിച്ചു പോയിരുന്നു. പക്ഷെ മുഖത്തൊന്ന് പ്രഹരിച്ചാൽ മാത്രം മരണത്തിന് ഇത് കാരണമായി ഭവിക്കുമോ? ശ്വാസം മുട്ടി മരിച്ചതായി പറയത്തക്ക ഒന്നും അവളിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. പോലീസ് കണ്ടെത്തിയ ശേഷമായിരുന്നു മരിച്ചതെങ്കിൽ കൊലപാതക കുറ്റം എന്നിൽ വന്ന് ചേരുമായിരുന്നില്ല. 3/4 മില്യൺ കയ്യിൽ വന്ന് ചേരുമെന്നത് വെറും സ്വപ്നമായി മാറിക്കഴിഞ്ഞിരുന്നു. കൂടാതെ അടുക്കളയിലെ റെഫ്രിജറേറ്ററിൽ ഡസ്റ്ററുടെ മൃതദേഹം കിടക്കുകയാണ്. ഇനി അധികം താമസിയാതെ ഡസ്റ്ററുടെ സ്വത്തുക്കൾ ലേലത്തിന് വിട്ട് കടക്കാർ അവരുടെ തുക വീതിച്ചെടുത്തു തുടങ്ങും. അപ്പോൾ റെഫ്രിജറേറ്ററും പരിശോധിക്കപ്പെടും. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തെ അവിടെ നിന്ന് അകറ്റേണ്ടിയിരിക്കുന്നു. ആരും കാണാതെ ഒരിടത്ത് ഞാനത് മറവ് ചെയ്യുകയാണെങ്കിൽ എന്റെ സ്ഥിതി സുരക്ഷിതമായിരിക്കുമോ? ഞാൻ സ്വയം ചോദിച്ചു. ലെഫ്റ്റനന്റിന് എന്റെ പേരിൽ സംശയമുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന് തെളിയിക്കാൻ ഒക്കുമോ? ഡസ്റ്ററുടെ മൃതദേഹം എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിച്ച് മടങ്ങുക എന്ന് വെക്കുക. പോലീസ് അത് കണ്ടെത്തിയാൽ എന്ത് തീരുമാനിക്കും? ഇതെല്ലാം തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തിന്റെ വേലയാണെന്ന് അവർ കരുതുമോ? ഹെലനെ ഡസ്റ്റർ ആയിരിക്കാൻ വധിച്ചിരിക്കുക എന്ന സംശയം ലെഫ്റ്റനന്റിനുണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരാശയം തോന്നി. ഒരുപക്ഷെ രക്ഷപ്പെടാൻ അത് സഹായിച്ചെന്ന് വരാം. റെഫ്രിജറേറ്ററിൽ നിന്നും ഡസ്റ്ററുടെ മൃതദേഹം പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിച്ച് ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന റിവോൾവർ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിപ്പിക്കുക. മൃതദേഹം കണ്ടെത്തുന്ന പോലീസ് ഡസ്റ്റർ ആദ്യം ഹെലനെ വെടിവെച്ചു എന്നും കുറെ കഴിഞ്ഞപ്പോൾ അതിൽ പശ്ചാത്തപിച്ച് സ്വയം വെടിവെച്ചതാണെന്നും കരുതിക്കൊള്ളൂ. ഈ ആശയം കൊണ്ടുള്ള മറ്റൊരു ഗുണം ഡസ്റ്ററുടെ ശരീരം തോട്ടത്തിൽ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ മതി എന്നതാണ്. അങ്ങനെ അയാൾ തോക്കിനു വേണ്ടിയായിരുന്നു ഹെലനെ കൊന്ന ശേഷം അദ്ദേഹം ബംഗ്ലാവിലേക്ക് മടങ്ങിയതെന്ന് പോലീസിന് ഊഹിക്കാം. ഇതേപ്പറ്റി ഓർക്കുന്തോറും തന്റെ കാര്യം കൂടുതൽ സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നി. മറിയ മാറി താമസിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് ഡസ്റ്ററിന്റെ മൃതദേഹം എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് എടുക്കുന്നതിന് വിഷമമില്ല. പക്ഷെ ഡസ്റ്റർ സ്വയം വെടിവെച്ചു എന്നത് സ്ഥിരീകരിക്കാൻ മറിയം വെടിശബ്ദം കേൾക്കേണ്ടിയിരിക്കുന്നു. ഓർത്തു നോക്കിയപ്പോൾ അതിനും പ്രയാസമുള്ളതായി തോന്നിയില്ല. തോട്ടത്തിൽ ചെന്ന് ആകാശത്തിലേക്ക് ഒരു വെടിവെച്ച ശേഷം തോക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിപ്പിച്ചാൽ മറിയം ആ വെടിശബ്ദം എന്താണെന്ന് അന്വേഷിക്കുന്നതിന് എനിക്ക് ഫോൺ ചെയ്യുന്നതിന് മുറിയിലേക്ക് തിരിഞ്ഞോടുകയായിരിക്കും ചെയ്യുക. ഏതായാലും ആ രാത്രി ഒന്നും ചെയ്യാനായില്ല. നാളെ കാലത്ത് പോയി ബാഗിൽ നിന്ന് തോക്കെടുത്തു വരണം. അതിനുശേഷം റെഫ്രിജറേറ്ററിന്റെ മോട്ടോർ ഓഫ് ചെയ്യണം. അങ്ങനെയായാൽ രാത്രി അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ആ ദേഹം സാധാരണ രീതിയിലായിത്തീരും. ഇത് വിജയിക്കാനാണ് സാധ്യത. പോലീസിന്റെ ശ്രദ്ധ തന്നിൽ നിന്ന് തിരിച്ചേ പറ്റൂ. സമയം 2 കഴിഞ്ഞു. ഞാൻ മെത്തയിൽ കയറി കിടന്നു. അപ്പോഴും എന്റെ മനസ്സിൽ വിവിധ വികാരങ്ങൾ വീർപ്പുമുട്ടുകയായിരുന്നു. ഇതെനിക്കൊരു പാഠമാണ്. പെട്ടെന്ന് ധനികനാവാമെന്ന് ഒരിക്കലും വ്യാമോഹിക്കരുത്. വീണ്ടും ഏതെങ്കിലും പരസ്യ കമ്പനിയിൽ പോയി ചേരണം. ഏതായാലും ജാക്കിന്റെ കമ്പനിയിൽ വേണ്ട. റോമിൽ നിന്നും മറിയം മടങ്ങി വന്ന ശേഷം അവളെ വിവാഹം കഴിച്ച് പുതിയ ജീവിതം നയിക്കുകയാണ് ഉത്തമം. ഈ കുടുക്കിൽ നിന്നും ഞാൻ കരകയറുമെന്നോണം അന്ന് രാത്രി സ്വപ്നങ്ങളില്ലാത്ത ഒരു സുഖനിദ്രയായിരുന്നു എനിക്കുണ്ടായത്. കാലത്ത് എഴുന്നേൽക്കുമ്പോ 9 മണിയായിരുന്നു. ഷേവിങ്ങും കുളിങ്ങും കഴിഞ്ഞ് മടങ്ങുമ്പോഴേക്കും താഴെ മറിയം പ്രാതൽ തയ്യാറാക്കിയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാതൽ കഴിച്ചു. 11 മണിക്ക് ബെർണറ്റ് വരും. ഡസ്റ്ററുടെ കടബാധ്യതകൾ എത്രയുണ്ടെന്ന് ഒരു കണക്ക് വെക്കുന്നതിന് സഹായിക്കാൻ നീ കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, ഞാൻ മറിയത്തോട് പറഞ്ഞു. അപ്രകാരം ഞാനും മറിയവും കൂടി ആ ബംഗ്ലാവിലെ മേശയിൽ കണ്ടുകിട്ടിയ ബില്ലുകളെല്ലാം സ്വരൂപിച്ചു. അവൾ ഓരോ ബില്ലിലെയും തുക വായിച്ചു.
ഞാനവ ഒരു കടലാസിൽ എഴുതി. ഏതാണ്ട് അരമണിക്കൂർ അങ്ങനെ കഴിഞ്ഞു കാണും. പെട്ടെന്ന് മറിയം ഒരു നീണ്ട കവറിൽ തന്നെ കണ്ണും നട്ടിരിക്കുന്നത് കണ്ടു. എന്താണത്? ഞാൻ ചോദിച്ചു. ഇത് ഇതിന്റെ ഇടയിൽ കണ്ടുകിട്ടിയതാണ്. ഞാൻ അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി വായിച്ചു. ബെർണറ്റിന്റെ ശ്രദ്ധയ്ക്ക്. വേൾഡ് ഡസ്റ്ററിന്റെ അന്ത്യഹിതവും മരണപത്രവും, ജൂൺ 6, 1955. ആ കവർ എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഓർത്തു നോക്കിയാൽ അങ്ങനെ അസ്വസ്ഥനാകേണ്ട കാര്യമൊന്നുമില്ല. അത് പൊളിച്ചു വായിക്കണമെന്നുണ്ടെങ്കിലും മറിയത്തിന്റെ മുമ്പിൽ വെച്ച് അത് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. ഞാനത് താഴെ വെച്ചു. ഞാനിത് അദ്ദേഹത്തെ ഏൽപ്പിക്കും എന്ന് അവളോട് പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി നോക്കിയാൽ അങ്ങനെ ഒരു രഹസ്യത്തെ എഴുതി വെക്കാൻ വല്ലതുമുണ്ടോ എന്ന് തന്നെ സംശയമാണ്. പറഞ്ഞ സമയത്ത് തന്നെ ബെർണറ്റ് വന്നെത്തി. അപ്പോഴേക്കും ഡസ്റ്ററുടെ കടബാധ്യതകൾ എത്രയുണ്ടെന്ന് ഏതാണ്ട് ഒരു രൂപം കിട്ടിക്കഴിഞ്ഞിരുന്നു. മൊത്തം 27,000. അദ്ദേഹത്തിന്റെ കാറും ബംഗ്ലാവും മറ്റിതര വസ്തുക്കളും വിറ്റാൽ ഒരുപക്ഷെ കടം വീട്ടാൻ വേണ്ട തുക കിട്ടിയേക്കും. കാറിൽ നിന്നും കഥകിനടുത്ത് ചെന്നു നിന്നു. രണ്ടാമത്തെ കാറിലുള്ളവരെ കാണാനായി ബെർണറ്റ് തിരിഞ്ഞു നിന്നു. പോലീസ് കാറിൽ നിന്നും ലെഫ്റ്റനൻസും സർജന്റും മൂന്നാമതൊരാളും ഇറങ്ങി. ആ മൂന്നാമത്തെ ആളിൽ എന്റെ ശ്രദ്ധ കൂടുതൽ പതിഞ്ഞു. അയാൾക്ക് തീരെ ഉയരം കുറവായിരുന്നു. സുമാർ 5 അടി മാത്രം കഷണ്ടി ബാധിച്ചിട്ടുണ്ട്. കൈകാലുകൾ വളരെ കുറിയവയായിരുന്നു. ഇവർക്കെല്ലാം പുറമെ നല്ല കായബലമുള്ള ഒരു വ്യക്തിയും വാഹനത്തിൽ നിന്നിറങ്ങി. അയാളുടെ വേഷത്തിൽ നിന്നും പോലീസ് ചീഫ് അദ്ദേഹമായിരിക്കാമെന്ന് ഞാൻ അനുമാനിച്ചു. അവർ 5 പേരും ചേർന്ന് ബംഗ്ലാവിലേക്ക് നടന്നെടുത്തു. വിറകൊണ്ട ശരീരത്തോടെ തുടികൊട്ടുന്ന ഹൃദയത്തോടെ ഞാൻ അവർ വരുന്നത് നോക്കി നിന്നു. ബെർണറ്റ് കുറിയ കൈകാലുകളുള്ള ആളോട് പറയുന്നത് കേട്ടു. താങ്കൾ മിസ്റ്റർ ഡസ്റ്ററിന്റെ സെക്രട്ടറി മിസ്റ്റർ ഗ്ലിന്നിനെ കണ്ടില്ലല്ലോ? അദ്ദേഹമാണത്. ബെർണറ്റ് എന്റെ നേരെ നോക്കി. ഗ്ലിൻ ഇദ്ദേഹമാണ് നാഷണൽ ഫിഡലിറ്റി കമ്പനിയിലെ മിസ്റ്റർ മാഡോക്സ്, ബെർണറ്റ് പറഞ്ഞു. ഞാൻ അയാളുടെ സ്ലേറ്റ് നിറത്തിലുള്ള കണ്ണുകളിലേക്ക് നോക്കി. അപ്പോൾ ഡസ്റ്റർ മുമ്പ് അയാളെ കുറിച്ച് പറഞ്ഞത് എന്റെ ഓർമ്മയിൽ വന്നു. അതെല്ലാം കൃത്യമായി ഇയാൾക്ക് യോജിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പോലീസ് ചീഫും മാഡോക്സും ലെഫ്റ്റനന്റും സർജറും ഹാളിലേക്ക് ചെന്നു. മാഡോക്സ് ഒഴികെ മറ്റു 3 പേരുടെയും മുഖത്ത് ആശങ്ക നിഴലിച്ചിരുന്നു. എന്നാൽ മാഡോക്സിന് കേസിന്റെ പശ്ചാത്തലം മുഴുവൻ അറിയാമെന്ന ഭാവമായിരുന്നു. ഞാനും മറിയവും കഥകിനടുത്ത് തന്നെ നിന്നു. നിങ്ങൾ 2 പേരും വന്നിരിക്കൂ, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്, മാഡോക്സ് പറഞ്ഞു. മാഡോക്സ് പോലീസ് ചീഫിന്റെ നേരെ തിരിഞ്ഞു. പത്രത്തിൽ വായിച്ചറിഞ്ഞതല്ലാതെ ഈ കേസിനെ കുറിച്ച് എനിക്ക് വളരെ ഒന്നും അറിഞ്ഞുകൂടാ. മിസ്റ്റർ ഡസ്റ്റർ എന്റെ ഒരു ഇടപാടുകാരനാണ്. $750,000 അദ്ദേഹം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതൊരു വലിയ തുകയാണ്. എന്റെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് ഞങ്ങൾക്കുള്ള കടപ്പാട് വലുതാണ്. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ വിശദമായി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ 2 പേരിൽ ആരെങ്കിലും ഒരാൾ അതേപ്പറ്റി ഒന്ന് വിവരിച്ചു പറയാമോ? പോലീസ് ചീഫ് ലെഫ്റ്റനന്റിനെ നോക്കി. അദ്ദേഹം തൊണ്ട ചിനക്കി പറയാൻ തയ്യാറെടുത്തു. മിസ്റ്റർ ഡസ്റ്ററെയും പത്നിയെയും കാണാനില്ലെന്ന വിവരം ജൂൺ 25-ാം തീയതി രാത്രി മിസ്റ്റർ ഗ്ലിൻ ഞങ്ങളെ ഫോൺ ചെയ്ത് അറിയിച്ചു. മിസ്റ്റർ ഡസ്റ്ററിനെ അവൾ സാനിറ്റോറിയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതായിരുന്നു. അവർ അത് പ്രകാരം അങ്ങോട്ട് പോയിട്ടില്ല. ഹൈവേ നമ്പർ 301-ൽ അവരെ കണ്ടതായി അതുവഴി പെട്രോൾ ചെയ്തിരുന്ന ഒരു പോലീസുകാരെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അദ്ദേഹം സാനിറ്റോറിയത്തിലേക്ക് പോയത് എന്തിനായിരുന്നു? മാഡക്സ് ചോദിച്ചു. മദ്യപാനത്താൽ അദ്ദേഹം ഒരു രോഗിയായി മാറിയിരിക്കുകയാണ്. ഈ വിവരം അദ്ദേഹത്തിന്റെ പത്നി തന്നെയായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്, ബെർണറ്റ് പറഞ്ഞു. അദ്ദേഹത്തെ സാനിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകുന്നത് നല്ലതാണെന്ന് തീരുമാനിച്ചത് അവളായിരുന്നു. അദ്ദേഹം എവിടെയായിരുന്നപ്പോൾ ശുശ്രൂഷിച്ചിരുന്നത് മിസ്റ്റർ ഗ്ലിന്നും. മാഡോക്സ് എന്നെ നോക്കി. ഡസ്റ്ററിന് പെട്ടെന്ന് കോപം വരാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിന് രോഗക്കൂടുതലുണ്ടായിരുന്നു എന്നറിയാം. അതിന് ലെഫ്റ്റനന്റിൽ നിന്നും പ്രതികരണമുണ്ടായി. നീ അതെന്നോട് പറഞ്ഞിരുന്നല്ലോ. മിക്കവാറും സമയം അദ്ദേഹം ഉറക്കമാണെന്ന് ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നു. സാനിറ്റോറിയത്തിലേക്ക് പോകാൻ മിസ്റ്റർ ഡസ്റ്ററിന് സമ്മതമായിരുന്നോ? മാഡോസ് ഇടയിൽ കയറി ചോദിച്ചു. ഉവ്, അങ്ങനെ ആയിരുന്നു മിസ്സസ് ഡസ്റ്റർ എന്നോട് പറഞ്ഞത്. ബെർണറ്റ് ആയിരുന്നു അതിന് മറുപടി നൽകിയത്. ഞാൻ ഗ്ലിന്നിനോടാണ് ചോദിക്കുന്നത്. മിസ്സസ് ഡസ്റ്റർ എന്ത് പറഞ്ഞു എന്നതല്ല ഇവിടെ പ്രധാനം, മാഡോക്സ് അല്പം ഗൗരവത്തോടെ പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പറഞ്ഞു. ഞാൻ മുറിയിലേക്ക് പോകുമ്പോഴെല്ലാം ഒന്നുകിൽ അയാൾ ഉറക്കത്തിലായിരുന്നു, അല്ലെങ്കിൽ അബോധാവസ്ഥയിലായിരുന്നു. സാനിറ്റോറിയത്തിന്റെ കാര്യത്തെപ്പറ്റി ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. മാഡോക്സ് ലെഫ്റ്റനന്റ് നേരെ തിരിഞ്ഞു. പറയൂ എന്ന് പറഞ്ഞ ശേഷം തന്റെ പോക്കറ്റിൽ നിന്ന് പൈപ്പെടുത്ത് അത് നിറച്ചു തുടങ്ങി.
ഡസ്റ്ററിന് കുറെ കടമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര? ബെർണറ്റ് എന്റെ നേരെ നോക്കി. ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ മാത്രം എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഏതാണ്ട് 27,000 കാണും. ചിലപ്പോ അതിലധികമായിരിക്കും. അദ്ദേഹം എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോയിരിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ലഫ്റ്റനന്റ് തുടർന്നു. അദ്ദേഹത്തിന്റെ കാറ് കണ്ടുപിടിക്കാൻ പോലീസിനെ നിയോഗിച്ചു. പടിഞ്ഞാറ് വശത്തെ 9ാമത്തെ തെരുവിൽ റോൾസ് കാർ ഉപേക്ഷിച്ച രീതിയിൽ അവർ കണ്ടെത്തി. ഡസ്റ്ററിനെ കണ്ടെത്താനുള്ള ഞങ്ങളുടെ അന്വേഷണം തുടർന്നു. ലഫ്റ്റനന്റ് തുടർന്നു. ഞങ്ങളുടെ അന്വേഷണം വെന്റൂറ, ഗ്ലൈഡിൽ എന്നീ ഭാഗങ്ങളിലേക്ക് തിരിച്ചു. റോൾസ് കാർ മടങ്ങുമ്പോൾ അത് കണ്ടവരായി ആരുമില്ല. എന്നാൽ അത് സാനിറ്റോറിയത്തിലേക്കുള്ള റോഡ് വഴി പോകുമ്പോൾ കണ്ടവർ പലരുമുണ്ടായിരുന്നു. പെട്രോൾ പോലീസുകാരൻ ആ കാറിന്റെ വളരെ സമീപത്തുകൂടി പോയിരുന്നെന്നും അതിനകത്തേക്ക് നോക്കിയപ്പോൾ അതിൽ ഡസ്റ്ററേയും മിസ്സിസ് ഡസ്റ്ററേയും കണ്ടെന്നും അയാൾ പറഞ്ഞു. അവർ തന്നെയാണ് അതെന്ന് അയാൾക്ക് എങ്ങനെ മനസ്സിലായി? മാഡോക്സ് ചോദിച്ചു. അത് കേട്ട് ഞാനൊന്ന് ഞെട്ടി. അതിന്റെ പ്രതികരണം മുഖത്ത് കാണിക്കാതിരിക്കാൻ ഞാൻ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. അദ്ദേഹം അണിഞ്ഞിരുന്നത് ഒട്ടക രോമക്കോട്ടായിരുന്നു. ബംഗ്ലാവിൽ നിന്നിറങ്ങുമ്പോ ഡസ്റ്റർ ധരിച്ചതും അത് തന്നെയായിരുന്നു. മിസ് മറിയത്തിൽ നിന്നും അക്കാര്യം ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. മാഡോക്സ് മറിയത്തിന്റെ നേരെ തിരിഞ്ഞു. നീ അദ്ദേഹം പോകുന്നത് കണ്ടിരുന്നോ? ഉവ്. അദ്ദേഹത്തെ കണ്ടാൽ അറിയാമോ? ഇല്ല, ഞാൻ അദ്ദേഹത്തെ അപ്പോഴായിരുന്നു ആദ്യമായി കണ്ടത്. അദ്ദേഹം ഒരു രോഗിയായിരുന്നു എന്നാണ് ഗ്ലിൻ പറയുന്നത്. അദ്ദേഹത്തെ കണ്ടപ്പോ നിനക്ക് അങ്ങനെ തോന്നിയിരുന്നോ? അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹത്തിൽ വിറയൽ അനുഭവപ്പെട്ടിരുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണിന് എന്തോ അസുഖമുള്ളതായി അറിയാം. അതെങ്ങനെ അറിഞ്ഞു? ഹാളിലെ ലൈറ്റ് അണയ്ക്കാൻ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിരുന്നു. മാഡോക്സ് പൈപ്പിന്റെ പിൻപുറം കൊണ്ട് താടി ചൊറിഞ്ഞു. ഇരുട്ടിലായിരുന്നു അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നതെന്നോ? എന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് വർദ്ധിച്ചു. ആ ശബ്ദം അവർ കേൾക്കുമോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. പൂർണ്ണമായ ഇരുട്ടായിരുന്നു എന്ന് പറഞ്ഞുകൂടാ. ചുമരുകളിലെ ലൈറ്റ് തെളിഞ്ഞിരുന്നു. പക്ഷെ അവയിൽ നിന്നും മങ്ങിയ പ്രകാശം മാത്രമേ മുറിയിൽ വ്യാപിച്ചിരുന്നുള്ളൂ. അപ്പോ അദ്ദേഹത്തിന്റെ മുഖം നീ കണ്ടിരുന്നില്ല എന്നർത്ഥം? ഇല്ല. നീ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നോ? അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമായി വന്നെങ്കിലും എന്നതിനാൽ എന്നോട് തയ്യാറായി നിൽക്കാൻ മിസ്സസ് ഡസ്റ്റർ പറഞ്ഞിരുന്നു. മിസ്റ്റർ ഡസ്റ്ററിന് വല്ലവരും വഴിയിൽ വന്ന് നിൽക്കുന്നത് കാണാൻ ഇഷ്ടമില്ലെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വഴിയിൽ ഞാൻ നിൽക്കരുതെന്നും അവർ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യം നേരിട്ടിരുന്നോ? ഇല്ല. മാഡോക്സ് ലെഫ്റ്റനന്റ് നേരെ തിരിഞ്ഞു. പറഞ്ഞോളൂ. ഈ രീതി ലെഫ്റ്റനന്റിന് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് ആ മുഖം വിളിച്ചു കാണിച്ചിരുന്നു. ന്യൂമാർക്കിന്റെ എസ്റ്റേറ്റ് ഓഫീസിൽ അന്ന് രാത്രി ഒരു കാറിന്റെ ലൈറ്റ് കണ്ടതായി ഒരു മോട്ടോർ സവാരിക്കാരന്റെ റിപ്പോർട്ടുണ്ട്. ഇപ്പറഞ്ഞ എസ്റ്റേറ്റ് വിൽപ്പനയ്ക്കിട്ടിരിക്കുകയാണെന്നും കഴിഞ്ഞ 5 ആഴ്ചകളായി അവിടെ ആരും ഉണ്ടാകാറില്ലെന്നും അതിനാൽ അവിടെ കണ്ട കാറിന്റെ പ്രകാശം സംശയാസ്പദമായിരുന്നതിനാൽ അറിയിക്കുകയായിരുന്നുവെന്നാണ് മോട്ടോർ സവാരിക്കാരൻ പറഞ്ഞത്. അപ്രകാരം ഞാൻ അങ്ങോട്ട് ചെന്നു. മിസ്സിസ് ഡസ്റ്ററിനെ കണ്ടു. അവൾ മരിച്ചുപോയിരുന്നു. എന്റെ മുഖത്തെ നിറത്തിന് മാറ്റം വരുന്നതായി എനിക്ക് തോന്നി. അവിടുത്തെ ജനാലകൾ ഒന്നിന്റെ ഒരു കതക് പൊളിച്ചിരുന്നു. അകത്തേക്ക് കടക്കാനുള്ള വാതിലിന്റെ പൂട്ട് ഉടച്ചിരുന്നു. അതിനകത്തെ മുറിയിൽ കൈകാലുകളും വായും ബന്ധിച്ച നിലയിലായിരുന്നു ഞങ്ങൾ മിസ്സിസ് ഡസ്റ്ററെ കണ്ടെത്തിയത്. അവൾ മരിച്ച് 26 മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. പെട്രോൾ പോലീസുകാരൻ അവളെ കണ്ട് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മിസ്സിസ് ഡസ്റ്റർ മരിച്ചിരിക്കണമെന്നാണ് ഇതിൽ നിന്നും അനുമാനിക്കേണ്ടത്. ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ചോദ്യം ഇത്തവണ മാഡോക്സ് ചോദിക്കുക തന്നെ ചെയ്തു. അവൾ കൊല്ലപ്പെട്ടിരിക്കുകയാണോ എന്നെനിക്ക് തോന്നുന്നു, ലെഫ്റ്റനന്റ് പറഞ്ഞു. കീഴ്ത്താടിയെല്ലിന് അവൾക്ക് ശക്തമായൊരു പ്രഹരം ഏറ്റിട്ടുണ്ട്. അതിനാണെന്ന് തോന്നുന്നു അവൾ തറയിലേക്ക് മലർന്നു വീണ് കിടന്നിരുന്നത്. ശക്തിയേറിയ പ്രഹരത്തിൽ തലയോടുമായി ബന്ധിക്കുന്ന സുഷ്മന നാഡിക്ക് ക്ഷതമേറ്റു. മലർന്നുകൊണ്ടുള്ള വീഴ്ച മരണഹേതുവായി. അടിയേറ്റ ഉടനെ തന്നെ ആയിരിക്കണം അവൾ മരിച്ചതെന്നാണ് മെഡിക്കൽ ഓഫീസറുടെ നിഗമനം. എന്റെ മുഖത്ത് യാതൊരുവിധ പ്രതികരണവും ഇല്ലാതിരിക്കാൻ ഞാൻ വളരെ പാടുപെട്ടു. അവളെ അടിച്ചത് ആരായിരുന്നാലും അത് മരണത്തിന് കാരണമാകുമെന്ന് അറിഞ്ഞിരിക്കയില്ല. ഇതേപ്പറ്റി എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ല. വായു മൂടിക്കെട്ടിയിരുന്ന തൂവാല അവളുടേതായിരുന്നു. കൈകാലുകൾ ബന്ധിക്കാൻ ഉപയോഗിച്ച ചരട് ആ മുറിയിൽ തന്നെയുള്ള മരപ്പെട്ടിയിൽ നിന്നും കണ്ടെടുത്തതായിരുന്നു. മാത്രമല്ല ഒരു വിരലടയാളം പോലും കണ്ടുകിട്ടിയില്ല. മാഡോക്സ് എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇതേവരെ ഡസ്റ്ററിനെയും കണ്ടെത്തിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. ഇത്തവണ പോലീസ് ചീഫ് സംസാരിച്ചു. ഡസ്റ്ററാണ് അവളെ കൊന്നതെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. മാഡോക്സ് അദ്ദേഹത്തെ നോക്കി. പിന്നീട് അയാളുടെ നോട്ടം ലെഫ്റ്റനന്റിലേക്കും എന്നിലേക്കും അതിനുശേഷം ബെർണറ്റിലേക്കും തിരിഞ്ഞു.
ഡസ്റ്റർ അദ്ദേഹത്തിന്റെ പത്നിയെ വധിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ബെർണറ്റിനോടായിരുന്നു അയാൾ ചോദിച്ചത്. ഡസ്റ്റർ ഒരു മദ്യപാനിയാണ്, എന്തും ചെയ്യാൻ അയാൾ മടിക്കുകയില്ല, ബെർണറ്റ് പറഞ്ഞു. മിസ്സിസ് ഡസ്റ്ററിനും തമ്മിൽ സ്വരച്ചേർച്ചയില്ലെന്ന് ഞങ്ങൾക്കറിയാം, ചീഫ് പറഞ്ഞു. വിവാഹാനന്തരം അവർക്കിടയിൽ വേറെമായ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം മദ്യത്തെ ആശ്രയിക്കാനായതായിരുന്നു കാരണം. ചുമതല ബോധമുള്ള വ്യക്തിയായിരുന്നില്ല അദ്ദേഹം. വളരെ കടങ്ങൾ വലിച്ചുകൂട്ടി. തന്റെ നിയന്ത്രണത്തിൽ അയാളെ കൊണ്ടുവരാൻ അവൾ ശ്രമിച്ചത് എന്തിനായിരുന്നു എന്ന കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു തവണ സാനിറ്റോറിയത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊന്നും തിരിച്ചു വരാൻ സാധ്യതയില്ലെന്ന് അറിഞ്ഞ അദ്ദേഹം അവളുടെ നിർദ്ദേശത്തോടെ ഇണങ്ങിയിരിക്കുകയില്ല. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അവളെ വധിച്ചത്. അവൾ മരിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം തന്നെ അവളെ എസ്റ്റേറ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൈകാലുകൾ ബന്ധിച്ചിട്ടിരിക്കുകയാവാം. ഡസ്റ്റർ അവളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും നമുക്ക് ഊഹിക്കാമല്ലോ. ഈ അവസ്ഥയിൽ വൻതുക ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കുറിപ്പ് കിട്ടിയാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല. മിസ്റ്റർ ഗ്ലിൻ, മിസ്റ്റർ ഡസ്റ്റർ അദ്ദേഹത്തിന്റെ പത്നിയെ കൊന്നിരിക്കാമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. മദ്യപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് കോപം വരിക പതിവായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവൾ നിരസിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അവളെ അടിച്ചിരിക്കാം. അതുപോലെ അത് അപകടം കൊണ്ട് സംഭവിച്ചിരിക്കാനും ന്യായമുണ്ട്. ആ പറയുന്നതിൽ അർത്ഥമില്ല, ലഫ്റ്റനന്റ് പറഞ്ഞു. ഒരാളെ വധിക്കാനുള്ള ഉദ്ദേശമില്ലെങ്കിൽ അത്ര ശക്തിയിൽ പ്രഹരിച്ചിരിക്കാൻ ഇടയില്ല. അത് കേട്ടപ്പോൾ എന്റെ ചങ്കിലൊരു പിടപ്പുണ്ടായി. ഒരുപക്ഷെ ഞാൻ പിടിക്കപ്പെട്ടാൽ അവളെ വധിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. മാഡോക്സ് എന്നിൽ നിന്ന് മാറി നിന്നു. ഡസ്റ്റർ ഇൻഷുർ ചെയ്തിരിക്കുന്ന കാര്യം മിസ്സസ് ഡസ്റ്ററിന് അറിയാമായിരുന്നോ? ഇല്ല, ഞാൻ പറയുന്നത് വരേക്കും അറിയാമായിരുന്നില്ല, ബെർണറ്റ് പറഞ്ഞു. അക്കാര്യത്തെ പറ്റി അവൾ എന്നോട് ചോദിക്കുമ്പോൾ ഗ്ലിന്നും സമീപം തന്നെ ഉണ്ടായിരുന്നു. അതായത് അവൾക്ക് അതേപറ്റി അറിയാമായിരുന്നില്ലെന്നർത്ഥം. അവൾ ചോദിച്ചിരുന്നു. തുകയുടെ കാര്യം അവളെ അറിയിച്ചിരുന്നില്ലേ? താങ്കൾ പറയുന്നത് വരെ എനിക്ക് തന്നെ അതേപറ്റി അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹം ഇൻഷുർ ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചപ്പോൾ അവൾ എന്തു പറഞ്ഞു? ആ തുകയിൽ നിന്നും കുറെ കടമെടുത്ത് കടം തീർക്കാമെന്ന് അവൾ ആശിച്ചിരുന്നു. അങ്ങനെ ചെയ്താൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അവൾക്ക് വേണ്ടി അവശേഷിക്കുകയില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞു. അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ ആ തുക അദ്ദേഹത്തിന് ഉപയോഗപ്പെടുമെങ്കിൽ അതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് അവൾ പറഞ്ഞത്. തീർച്ചയായും അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ്. മാഡോക്സ് അദ്ദേഹത്തെ നോക്കി പൊട്ടിച്ചിരിച്ചു. പാറപ്പുറത്ത് ചിരട്ട ഉരസിയാൽ എന്ന പോലുള്ള സ്വരത്തിലുള്ള ചിരി ഞങ്ങളെ എല്ലാം നടുക്കം കൊള്ളിച്ചു. ഇതിൽ ചിരിക്കാൻ വല്ലതുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ബെർണറ്റ് കോപത്തോടെ പറഞ്ഞു. ഉണ്ട്, മാഡോക്സ് പറഞ്ഞു. മിസ്സിസ് ഡസ്റ്ററിന് അതേപറ്റി അറിയാമെന്ന് ഞാൻ പറയും. കാരണം ഞാൻ പറയാം. ഇതിനു മുമ്പും ഒരു തവണ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ അവൾ കബളിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഇൻഷുറൻസിന്റെ അവകാശം ഉന്നയിച്ചുകൊണ്ട് എത്തുന്നവരുടെ നേരെ നോട്ടം വെക്കുന്ന പതിവ് എനിക്കുണ്ട്. കാരണം അത്തരം അപേക്ഷകൾ അധികവും നേർവഴി കാണാറില്ല. അപ്രകാരം ഹെലൻ ഡസ്റ്ററിന്റെ നേരെയും എന്റെ നോട്ടം പതിയാതിരുന്നിട്ടില്ല. അവളെ കുറിച്ച് എനിക്ക് നന്നായി അറിയാമെന്ന് മാത്രമല്ല, അവളുടെ ചരിത്രവും എനിക്കറിയാം. 14 മാസങ്ങൾക്ക് മുമ്പ് അവൾ വാൻ ടോളിൻ എന്ന ഒരു വ്യക്തിയുടെ ഭാര്യയായിരുന്നു. അയാൾ അവളെ അവകാശിയാക്കി $20,000 ഇൻഷുർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അധികം താമസിയാതെ അവളുടെ അപ്പാർട്ട്മെന്റിലെ ജനാല വഴി അയാൾ താഴെ വീണ് മരിച്ചു. ഞങ്ങളുടെ കമ്പനിയും അവളും തമ്മിൽ തർക്കമുണ്ടായി. ഒടുവിൽ തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കി അത് പ്രകാരം 20,000 പകരം അവൾക്ക് കിട്ടിയ തുക 7,000 ആയിരുന്നു. ജനാല വഴി അവൾ അയാളെ തള്ളിയിട്ടില്ലെങ്കിൽ പിന്നെ മുഴുവൻ തുകയും കിട്ടേണ്ടതിലേക്ക് അവൾ ഇൻഷുറൻസ് കമ്പനിയുടെ പേരിൽ കോടതിയിൽ കേസ് കൊടുക്കുമായിരുന്നുവെന്ന് ഞാൻ പറയാതെ തന്നെ താങ്കൾക്കറിയാമല്ലോ. അപ്പോൾ മിസ്സസ് ഡസ്റ്റർ ഒരു കൊലപാതകയാണെന്നാണോ താങ്കൾ സമർത്ഥിക്കുന്നത്? ബെർണറ്റ് ചോദിച്ചു. മാഡോക്സ് പല്ലുകൾ കാട്ടി ചെറുതായി ഒന്ന് ചിരിച്ചു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും കേട്ടോളൂ. 3 വർഷങ്ങൾക്ക് മുമ്പ് അവൾ ഒരു വൃദ്ധ സ്ത്രീയോടൊപ്പം താമസിക്കുകയുണ്ടായി. അവർ മിസ്സിസ് ഡസ്റ്ററിന്റെ പേരിൽ $5,000 ഒസ്യത്ത് എഴുതി വെച്ചു. ആ സ്ത്രീ മറ്റൊരു വിഡിത്തം കൂടി ചെയ്തു. അക്കാര്യം അവളെ അറിയിച്ചു, അത്ര തന്നെ. 2 മാസങ്ങൾക്ക് ശേഷം അവർ ഏണിപ്പടിയിൽ നിന്നും താഴെ വീണ് മരണമടഞ്ഞു. ചീഫ് ലഫ്റ്റനന്റിന്റെ നേരെ നോക്കി. ഇതൊക്കെ താങ്കൾ എന്തുകൊണ്ട് അറിഞ്ഞു വെച്ചില്ല? ഞാൻ മിസ്റ്റർ ഡസ്റ്ററിനെ അന്വേഷിച്ചു വരികയാണ്, അദ്ദേഹം പെറുപിറുത്തു. ചീഫ് മാഡോക്സിന്റെ നേരെ തിരിഞ്ഞു. അപ്പോൾ അവൾ ഡസ്റ്ററിനെ കൊന്നില്ല, ശരിയല്ലേ? അതെങ്ങനെ അറിയാം? ഡസ്റ്റർ എവിടെ? അയാൾ മരിച്ചിട്ടില്ലെന്ന് എങ്ങനെ അറിയാം? അയാളെ കൊന്നു. ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നറിയിച്ച് അതിന്റെ പേരിൽ
ഇൻഷുറൻസ് പണം നേടാൻ അവൾ ശ്രമിച്ചതാണെങ്കിലോ? അതായത് അവൾ സ്വയം മുഖത്ത് പ്രഹരിച്ച് പരിക്കേൽപ്പിച്ച ശേഷം കൈകാലുകൾ കെട്ടിയിട്ട അവസ്ഥയിൽ മരിച്ചതാണെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ചീഫ് മാഡോക്സിനോട് ചോദിച്ചു. മാഡോക്സ് തീപ്പെട്ടി ഉരസി തന്റെ പൈപ്പ് വീണ്ടും കത്തിച്ചു. അത് കരുതികൂട്ടി ചെയ്തതാണെന്ന് ആർക്കായാലും മനസ്സിലാകുമായിരുന്നു. എന്റെ ഹൃദയത്തിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഇതാ എന്തോ സംഭവിക്കാൻ പോകുന്നു. ഏത് നിമിഷവും അത് സംഭവിക്കാം. അല്ല, അവൾ സ്വയം അങ്ങനെ ചെയ്തതല്ല, മാഡോക്സ് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അയാളുടെ മുഖത്തുണ്ടായ മാറ്റം മുറിയിലുണ്ടായിരുന്ന ഏവരെയും അങ്ങോട്ട് നോക്കാൻ പ്രേരിപ്പിച്ചു. അവളുടെ മരണം ഡസ്റ്ററിന്റെ പേരിൽ ചുമത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് അതിൽ ഇടപെട്ടിരിക്കാനുള്ള മൂന്നാമനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. ചീഫിനെ നോക്കി അയാൾ പറഞ്ഞു. പറഞ്ഞത് മനസ്സിലായിരിക്കുമല്ലോ. ഇതിൽ മറ്റൊരു വ്യക്തി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കൂ. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.